ഗപ്പികളെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് റെഡ് ചില്ലി മൊസൈക്ക് എന്ന് പറഞ്ഞ ബിഗ് ഇയറാണ്. ഇത് വലിയൊരു ഇയറുള്ള ഒരു ഗപ്പിയാണ്. കാണാൻ നല്ല രസമുള്ള ഒരു ഗപ്പിയാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്ന മീനിൻ്റെ ഫുഡാണ് ഇത്. രണ്ടെണ്ണം തായ്വാൻ്റെയാണ്. ഇതിനകത്തിലെ ഈ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പെല്ലറ്റ് ഫുഡാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ബേബികൾക്കൊക്കെ കൊടുക്കുന്ന ഫുഡാണ്. പിന്നെ വലിയ മീനും കൊടുക്കും നമ്മൾ. ഇത് റെഡ് കളറിലാണ് ഇരിക്കുന്നത്. ഞാനിത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ കൊടുത്തായിരുന്നു. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വാട്ടർ കണ്ടെയ്നിങ് ആണ് ഗപ്പികളുടെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയില ആണെങ്കിൽ വെള്ളത്തിനകത്ത് ഇട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു കളറുണ്ട്. ആ വെള്ളമാണ് ഞാൻ ഈ മീനുകൾക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിനകത്തിൽ കുറച്ച് ചെറിയ ഇൻസെക്ട്സ് ഉണ്ട്. അത് ലൈഫ് ഫുഡ്. അത് ഈ ഗപ്പികളങ്ങ് തിന്നോളും. അപ്പം നല്ല കളറും എല്ലാം വന്നോളും. വാട്ടർ കണ്ടെയ്നിങ് ഞാൻ ഇതും ചെയ്യും. പിന്നെയാണ് ഞാൻ ഈ ഫുഡും കൊടുക്കും. പിന്നെ മുരിങ്ങയിലപ്പൊടി ഇച്ചിരി പൊടിച്ചുണ്ട്, ഉണക്കി പൊടിച്ചുണ്ട്. അതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഇപ്പം ഞാനാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ബ്രീഡ് ചെയ്യാൻ കുറച്ച് നാളിട്ട കുഞ്ഞുങ്ങളാണ്. അത് ഇന്ന് പ്രസവിച്ചിട്ടുണ്ട്. ഇന്ന് പ്രസവിച്ചതേ ഉള്ളൂ. അപ്പം ഞാനാണ് വേറെ ഇതിനകത്തിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത്. 2 എണ്ണം പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇച്ചിരി കൂടി പ്രസവിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ഒരു പശുക്കുട്ടിയാണ്. കുറച്ച് നാളായതേ ഉള്ളൂ പ്രസവിച്ചിട്ട്. നല്ല രസമാണ്. പശുവാണ്. പിന്നെ ഇച്ചിരി വലിയ പശുവിന് ഇച്ചിരി ദേഷ്യമുണ്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. മിക്സഡ് ടാങ്കാണ്. ഇതാണെങ്കിൽ ഇതിനകത്ത് പല മീനുകളുണ്ട്. ഓറഞ്ച് കളറിലെയും പിന്നെ അതുപോലെ പ്രസവിക്കാറായ എല്ലാ മീനുകളും ഉണ്ട്. ഇതിനകത്ത് പ്രസവിച്ച് നമുക്ക് മീൻ കുട്ടികളെയൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സഡ് ടാങ്ക്. അവിടെ ഇരിക്കുന്നതാണ് സക്കര. അതാണ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മീനാണ് സക്കര. ഇതിനകത്ത് ഇതൊക്കെ ഉള്ളൂ. പിന്നെ കുറേ വാട്ടർ പ്ലാന്റ്സ്, ഇതുപോലെ ഇതുപോലത്തെ ഒക്കെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഈ കുഞ്ഞുങ്ങൾ നേരത്തെ പ്രസവിച്ചുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ എനിക്ക് വളർത്താൻ ശരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ താമരക്കുളത്തിനകത്ത് ഇട്ടു. അപ്പം അതിനകത്തുള്ള ചെറിയ ഇൻസെക്ട്സിനെയൊക്കെ തിന്ന് അതാണെങ്കിൽ ജീവിക്കും. അങ്ങനെ വലുതായി ആ താമരക്കുളത്തിനകത്തിൽ വെള്ളമെല്ലാം വറ്റിച്ചിട്ട് ആ മീനുകളെ പിടിച്ച് ഈ മിക്സഡ് ടാങ്കിനകത്ത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.